ഏ ഇജ്ജിവിടെ ഉണ്ടായിന്നോ? അന്നോട് ഞാൻ കഴിഞ്ഞൂറി വന്നപ്പോ തന്നെ പറഞ്ഞിക്കണ് കേട്ടോ. ഏ കല്യാണം കഴിഞ്ഞ കുട്ടികൾ പുയ്യാപ്പളുടെ പെരയിലാണ് നിൽക്കേണ്ടത്, അല്ലാണ്ട് സ്വന്തം പെരയിലല്ല ഇങ്ങനെ നിൽക്കുക. എന്തിത്താണിത്? ഇജ്ജ് ഒരു മാസം അവിടെയാണെങ്കിൽ ഒരു മാസം എവിടെ ഇജ്ജ് നിൽക്കണത് അല്ലേ? അങ്ങനൊന്നും പറ്റൂല. നാട്ടിലെന്തൊക്കെയാ പറയണേന്നറിയോ? നാട്ടിലെന്തൊക്കെയാ എന്നെ കുറിച്ച് പറയണത്? ഇതൊന്നും അറിയണില്ലല്ലോ. അമ്മായിയെ, നിങ്ങളെ കെട്ടിയോനും നിങ്ങളെ കുട്ടികളും അല്ലേ എനിക്ക് ചെലവിനേണ്ടത്. എനിക്ക് ചെലവിനേണ്ടത് ഇന്റെ പെരക്കാരാണ്. ഇന്റെ പെരക്കാർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താ നിങ്ങൾക്ക്? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്ത് നിങ്ങളെ പ്രശ്നം എന്നുള്ളത്. ഇത് ഇന്റെ പെരയാണ്. ഇവിടെ ഞാൻ ഒരു മാസം നിൽക്കും, 2 മാസം നിൽക്കും. അതിനൊക്കെ എന്താ നിങ്ങൾക്ക് പ്രശ്നം? തൊള്ള തുറന്നാ ബദലുള്ളു പറയാ. എങ്ങനെയാ എന്നെ അവിടുത്തോലൊക്കെ സഹിച്ചണത്? പിന്നെ ഇങ്ങളെ മോള് 2 മാസമായി കെട്ടിയനോട് തെറ്റിങ്ങാണ്ട് പെരയിൽ വന്നിക്കണ കാര്യം ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിക്കണ്. ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളെ മുന്നിൽ അത് പറയാത്ത നിങ്ങൾക്കൊരു ചമ്മലാവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമ്മളത് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ പെരയത്തെ കാര്യങ്ങൾ വേറെ ആരും അറിയണില്ല എന്നല്ലേ അല്ലേ? എന്നാലേ അമ്മായി അങ്ങോട്ട് പോവാൻ നോക്കിക്കോളി. ഞാൻ എന്തായാലും ഒരു 3 മാസം 4 മാസം കഴിയാതെ ഇവിടുന്ന് പോണില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആ കാര്യം പറഞ്ഞങ്ങാണ്ട് എങ്ങനെ ആ കാര്യം പറഞ്ഞങ്ങാണ്ട് വരണ്ടല്ലോ.